കിടന്ന് എന്റെ കുഞ്ഞിന്റെ നെഞ്ചിലേക്ക് എങ്ങനെ ഒരലും മറിഞ്ഞു വീണേ? നിങ്ങൾ എല്ലാരും കേൾക്കണം. പെരിച്ചാഴി പൂച്ച ഓടിയാല് ഒരല് മറിഞ്ഞു വീഴുവോ? അത് വലിയൊരു മുട്ട ഒരല്. ഇവൻ ഒളിച്ചു വന്ന് മറിച്ചിട്ടതാ എന്റെ കുഞ്ഞിന്റെ നെഞ്ചത്തേക്ക്. ഇവള് നുണ പറയാ. ഇനി നീ വളർന്നാ സത്യം തന്നെ ഞാൻ കൊല്ലും. കൊന്നേക്കടാ. എനിക്ക് കുഞ്ഞിനെ തന്ന് മോഹിപ്പിച്ച് അതിനെ കൊന്നു നിന്നെ അലങ്കാളി വെറുതെ വിടത്തില്ല. നിർത്തരുത് നിന്റെ അലമറ. മര്യാദ കൊച്ചിനേക്കിതാ, അല്ലെങ്കിൽ അകത്ത് കയറി എടുത്തോണ്ട് ഈ കരിമൻ അറിയാം. ഏതോന്നെ തടയുന്നത് ഞാനൊന്ന് കാണട്ടെ. ചെന്ന് എടുത്തോണ്ട് പോ. ആരെ ബോധിപ്പിക്കാനാ നീ ഇങ്ങനെ കൊച്ചിനെ വേണമെന്നും പറഞ്ഞു വരുന്നേ? തന്നെ കൊന്ന് കൊച്ചിനെ ചോദിച്ചു വന്നേക്കുന്നു. ചെല്ലടാ, തെക്കേ പറമ്പിലേക്ക് ചെല്ല്. അവിടെ കിടപ്പുണ്ടെ കൊച്ച് ചാരമായിട്ട്. അതെടുത്ത് മേലാക്കി തേക്ക്. അതുകൊണ്ട് കാണിക്കുന്നതിന് പോലീസിനെ. എന്നാലും എന്റെ കുഞ്ഞിനെ കൊന്നേ. എന്തു പറ്റി? എന്താ? എടി അന്നാമോ, അവള് നല്ല സ്നേഹമുള്ളവളാ. തെങ്ങുമൂട്ടി തറവാട്ടിന് ഐശ്വര്യം വന്നത് ഇപ്പളാ അല്ലൂടി അന്നമ്മേ? ഇച്ചായ, ഞാനൊരു കാര്യം പറഞ്ഞ അത് ഇച്ചായം കേക്കോ? എന്നാ ചോദ്യമാടി ഇത്? നീ ഒരു കാര്യം പറഞ്ഞാ പിന്നെ എനിക്കതിൽ രണ്ടഭിപ്രായം ഉണ്ടാവോ? നീ പറ. ഇച്ചായ, നമ്മളൊരു വലിയ കുരുക്കിപ്പെട്ടിരിക്കുക. അതൊന്നും സാരമില്ല അന്നാമ്മേ, നീ ഇങ്ങനെ വിഷമിക്കാണ്ടിരിക്ക്. തൂക്കുകാരന്റെ കുരുക്കിന്ന് രക്ഷപ്പെട്ടില്ലയോ ഞാന്? അതിലും വലിയ എന്നാ കുരുക്ക് വരാനാ? ഇത് അതിലും വലിയ കുരുക്ക് തന്നെയാ ഇച്ചായ. ആ കിട്ടുണ്ണി വൈദ്യരെ ഇച്ചായന് ഓർമ്മയുണ്ടോ ചികിത്സിക്കാൻ വന്ന്? പിന്നെ ഇല്ലയോ? അത് ഞാൻ എന്നാടി അന്നമ്മ ഇപ്പൊ വരാത്തെ? അയാളൊരു നല്ല മനുഷ്യനാകട്ടോ. കഷ്ടം. ഇച്ചായന് സമനില തെറ്റിയ നേരത്ത് ഇച്ചായൻ അയാളെ ഉപദ്രവിച്ചു. അയാള് ചത്തുപോയി ഇച്ചായ. ശവം ഉപേക്ഷിക്കാൻ മാത്യൂസും ബോബനും കൂടെ രാത്രി പോയി. ബോബൻ അറിയാതെ മാത്യൂസ് ബോബൻ ശവം പൊക്കിയെടുക്കുന്ന ഫോട്ടോ എടുത്തു. ഇപ്പൊ ആ ഫോട്ടോയും കാണിച്ച് മാത്യൂസ് ഭീഷണിപ്പെടുത്തുക എന്നെയും ബോബനെ. എനിക്കിട്ട് പാര പണിയല്ലേ നിനക്ക് തരാ ഞാൻ. ഷേർലി മാത്യൂസിന്റെ ഭാര്യ, അല്ലാതെ ബോബന്റെ ഭാര്യ അല്ല ഇച്ചായ. അവക്ക് എന്നേക്കാ പ്രായം കാണും. ഉടുത്തൊരുങ്ങി ഇറങ്ങിയിരിക്കുക. യോഹന്നാന്റെ തലയർത്ത് നിർത്തവാടിയ സലോമിയെ പോലെ. ഏങ്ങാണ്ട് കിടന്ന അലവലാതിയെ പെമ്പളയാന്നും പറഞ്ഞ ചതിയൻ മാത്യൂസ് നമ്മളെ തറവാട്ടിക്കൊണ്ടൊന്ന് പൊറിപ്പിച്ചിരിക്കുക ഇച്ചായ. എന്നെ കൊണ്ട് അടിമയെ പോലെ പണിയെടുപ്പിക്കുക ഇച്ചായ. ബോബനെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ പിടിച്ചു വാങ്ങുക മാത്യൂസ്. സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ വൈദ്യരെ കൊന്ന കുറ്റത്തിന് ഇച്ചായം ജയിലിലാവും. സഹായിച്ചതിന് നമ്മുടെ മോനും ജയിലിലാവും. അമ്മച്ചിയുടെ നുണ പറച്ചില് മുഴുവൻ ഞാൻ കേട്ടു. അപ്പച്ച, ഇതെങ്ങനെ ഞാൻ സഹിക്കും? ഭർത്താവിന്റെ അപ്പനെ സ്വന്തം അപ്പച്ചനെ പോലെ കരുതിയ എന്നെ പറ്റിയ അമ്മച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നതാടി നീ എന്റെ മോളെ പറ്റി പറഞ്ഞേ? കാശ് പിടിച്ചു വാങ്ങുന്നോ? എന്നെ ജയിലിലാക്കാൻ നോക്കുന്നോ? അതെ ഇച്ചായ, കർത്താവാണ് ഞാൻ പറഞ്ഞതൊക്കെ സത്യ. മിണ്ടരുത് നീ. ഗർഭിണിയായിരിക്കുന്ന എന്റെ മരുമോളെ പറ്റി വേണ്ടാതിനം പറഞ്ഞാലുണ്ടല്ലോ, ആരായാലും കൊന്നുകളയും ഞാൻ. ഇച്ചായ, എന്നെ ഒന്ന് വിശ്വസിക്കേ. എന്റെ മരുമോളെ വേദനിപ്പിച്ചാൽ സഹിക്കുകയല്ല ഞാന്. വയറ്റ് കണ്ണിയായ അവള്. ഇനി മുതൽ ഇവൾക്ക് വേണ്ട സകല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം നീ. അടിമപ്പണിയാണ് പോലും. സ്വന്തം മകന്റെ ഭാര്യയ്ക്ക് വല്ലതും ചെയ്തു കൊടുക്കുന്നത് എങ്ങനെ അടിമപ്പണിയാകുന്നത്? ദുഷ്ടത്തിയാ നീ, ദുഷ്ടത്തി. അയ്യോ അപ്പച്ച, അമ്മച്ചിയെ വഴക്ക് പറയണ്ട. പാവം അമ്മച്ചി. കണ്ടോടി, എന്റെ മരുമോളെ നല്ല മനസ്സ് നീ കണ്ടോ? കണ്ടു പഠിക്ക്, ഇല്ലെങ്കിൽ വച്ചേക്കില്ല ഞാന്. ഇനി നിന്നെ വിശ്വസിക്കാൻ ഒക്കുകയില്ല. എന്റെ സ്വത്തുക്കളൊക്കെ കട്ടുമുടിക്കും നീ. അമ്മച്ചി ഒന്ന് നിന്നേ. അമ്മച്ചിയെ, പാര പണിയല്ലേ?
എങ്കി ഈ ഷെയറിലെ ഡൈനാമിറ്റ് പൊട്ടിക്കും. അപ്പച്ചൻ പറഞ്ഞത് കേട്ടല്ലോ. എന്റെ സകല കാര്യങ്ങളും ഇനി നോക്കിക്കോണം. വൈറ്റ് കണ്ണിയാ ഞാൻ. പിന്നെ അമ്മച്ചി എന്നതാ പറഞ്ഞേ? അമ്മച്ചിയേക്കാൾ പ്രായ കൂടുതലാ എനിക്കെന്ന്. അതെ അതെ, അത് തന്നെയാ എന്റെ ശരി. പിന്നെ ഒന്നുകൂടി പറഞ്ഞല്ലോ, യോഹന്നാന്റെ തലയേർത്ത് നൃത്തമാടിയ സലോമിയെന്ന്. അതെ, തലയാർക്കും ഞാൻ അനുസരണയോടെ നിന്നില്ലെങ്കിൽ ഓർത്തോ. സാറിന്റെ കാണാതായ കൊച്ചിനെ സാറിന് വേണോ? എന്റെ മോനോ? എവിടെ ഉണ്ടാവൻ? പറ. അതങ്ങ് പറഞ്ഞിട്ട് പോവാനായിരുന്നെങ്കിൽ വിവരത്തിന് ടെലഗ്രാം അടിക്കുമായിരുന്നല്ലോ സാറേ. ഞാൻ കഷ്ടപ്പെട്ട് ഇതുവരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറ. അങ്ങനെ വഴിക്ക് വാ സാറേ. കാട്ടിലുള്ള ചെമ്പകം കൊച്ചിനെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അവിടുന്ന് കൊച്ചിനെ രക്ഷിക്കുവാൻ പോലീസല്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും പറ്റത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെ എന്റെ മോനെ വേണോന്ന് ചോദിച്ച? വകുപ്പുള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞു വന്നതേ, കൊച്ചു ജീവിച്ചിരിപ്പുണ്ടെന്നും ഒളിപ്പിച്ചിരിക്കുവാണെന്നും പോലീസിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നാ. ചുമ്മാ മെനക്കേട് ഇല്ലയോ? പക്ഷെ ആ ചെമ്പകത്തിന്റെ കണ്ണ് വെട്ടിച്ച് കൊച്ചിനെവിടെ എത്തിക്കാൻ ഈ തുരുമ്പ് തമ്പിക്ക് പുഷ്പം പോലെ സാധിക്കും. എന്റെ മോനെ എനിക്ക് വേണം. എനിക്ക് അവനെ തരാമല്ലോ. പകരം എനിക്കെന്തോ തരും? അത് ഞാൻ 1 ലക്ഷം രൂപ തരാം. സാറിന്റെ കൊച്ചിന് അത്രേ വിലയുള്ളൂ? തെങ്ങുമുട്ടിലെ ബോബൻ സാറേ കൊച്ചിന് വിലയിട്ടിരിക്കുന്നത് 4 ലക്ഷമാ. അപ്പൊ ഞാൻ കൊച്ചിനെ അവിടെ കൊടുത്തേക്കാം. 5 കിട്ടിയ കൊച്ചു വിടെത്തും. സാറേ, ഇത് പോലീസിൽ പറഞ്ഞാലേ കൊച്ചിന്റെ ശവം പോലും തമ്പിയെണ്ണ ആരെയും കാണിക്കത്തില്ല. ആസിട്ട് പ്രയോഗ തലയോട്ടി പോലും ഉരുകിപ്പോവും. തരാം, പണം ഞാൻ തരാം. ശരി, എപ്പോഴാ സാറേ കാശ് തരിക? അത് ഞാൻ രാജപ്പനെ ഒരു അറിയിക്കാം. സാറേ, 2 ദിവസത്തിൽ കൂടുതൽ ഞാൻ കാത്തിരിക്കില്ല. വാ രാജപ്പ. ടീന, ഒരു സന്തോഷ വാർത്ത ഉണ്ട്. നീ ഇന്ന് എഴുന്നേറ്റേ. നീ ഇങ്ങനെ കിടക്കുമ്പോ പറഞ്ഞ ശരിയാവുകയല്ല. എഴുന്നേക്ക്. എന്താ അത്? നമ്മുടെ മോനെ തിരിച്ചിട്ടാൻ പോവാ. സത്യമാണോ റിച്ചി? സെലീന നമ്മുടെ മോനെ കണ്ടെത്തിയോ? സെലീന അല്ല, വേറൊരാളാ. ആര്? ആ യൂണിയൻ നേതാവ് രാജപ്പന്റെ കൂടെ വന്ന ഒരാളാ. കാട്ടിൽ ചെമ്പകം നമ്മുടെ മോനെ ഒളിപ്പിച്ചു വെച്ച സ്ഥലം അയാൾക്ക് അറിയാത്രേ. പക്ഷേ മോനെ ഇവിടെ എത്തിക്കാൻ അയാൾക്ക് 5 ലക്ഷം രൂപ കൊടുക്കണം. അയാൾ നമ്മുടെ മോനെ കണ്ടോ? നേരിട്ട് കണ്ടോ? കണ്ടെന്നേ. 5 ലക്ഷം കൊടുത്താ മോൻ ഇവിടെ എത്തുന്ന റിച്ചിക്ക് ഉറപ്പുണ്ടോ? ഉണ്ട്. 4 ലക്ഷം കൊടുക്കാന്ന് ബോബൻ വാക്ക് പറഞ്ഞതാ. 5 തികച്ചു കിട്ടാൻ വേണ്ടിയാ അയാൾ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നേ. കാശ് തികച്ചു കൊടുത്താ ഇന്ന് രാത്രി തന്നെ കുഞ്ഞിനെ ഇവിടെ എത്തിക്കാൻ അയാൾ വാക്ക് പറഞ്ഞിരിക്കുക. ഞാൻ ഇപ്പൊ തന്നെ ചെക്ക് തരാം. 5 ലക്ഷത്തിന്റെ ചെക്ക്. എന്താ കാണിക്കുന്നേ? അതിങ്ങ് താ. തരത്തില്ല. ഇതെന്റെ പൊന്നിച്ചായന്റെ വക എനിക്കുള്ള സമ്മാനമായി കരുതിയാ. അയ്യോ ടിങ്കു പ്ലീസ്, അത് വലിയ തുകയാ. ഒരു അത്യാവശ്യ കാര്യത്തിനാ. തുക വലുതാണോ ചെറുതാണോ എന്ന് ഞാൻ നോക്കിയില്ലല്ലോ. 100 രൂപയായാലും ശരി, ഇതെനിക്ക് വേണം. എന്റെ ഇച്ചായന്റെ ആദ്യത്തെ സമ്മാനമായി ഇതാ ഞാനിത് നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞു. നീ എന്നതായി പറയുന്നേ? നിനക്ക് ഞാൻ വേറൊരു ചെക്ക് തരാം. അതിങ്ങ് താ. അയ്യടാ, അതങ്ങ് പള്ളി ചെന്ന് പറഞ്ഞാ മതി. ഈ ചെക്കിലുള്ള കാശ് എന്റെ കല്യാണ ദിവസം ഞാൻ എടുക്കും. ടിങ്കു, ഞാൻ കർത്താവേ. കരിമ, കുഞ്ഞു മരിച്ചെന്നാ ചെമ്പകം പറയുന്നേ. നീ എന്താ കരിമ പറഞ്ഞേ? കുഞ്ഞിനെ ദഹിപ്പിച്ച സ്ഥലം കാട്ടി തന്നു. ഇല്ല, കള്ളം. അത് പച്ച കള്ളം.
ഞാൻ കൊന്നെന്നാ പറയുന്നേ. നീ കൊല്ലാനോ? കുഞ്ഞിന്റെ നെഞ്ചത്തേക്ക് ഉരലും മറിഞ്ഞു വീണിട്ടാണ് പോലും മരിച്ചത്. ഉരൽ താനെ വീഴത്തില്ലെന്നും ചെമ്പത്ത് ചതിക്കാൻ വേണ്ടി ഞാൻ ആ ഉരൽ തള്ളിയിട്ട് കുഞ്ഞിനെ കൊന്നെന്ന ആ ദുഷ്ടതി പറയുന്നത്. എലക്ഷൻ എനിക്കെതിരെ നിന്നതിന് ഞാൻ പ്രതികാരം ചെയ്തെന്ന്. പക്ഷെ ഇതിലെന്തോ കള്ളക്കളിയുണ്ട് കരുമ. നീ കുഞ്ഞിനെ കൊന്നിട്ടില്ലെങ്കിൽ ഇത് കള്ളക്കളി തന്നെയാ. അതോ ആ കുഞ്ഞ് എന്നേക്കുമായി ഇല്ലാതാവട്ടെ എന്ന് കരുതി നീ തന്നെ കൊന്നതാണോ? ചിന്നു, ശരി, അപ്പൊ നീയല്ല, പിന്നെ ആര് കൊല്ലാൻ? ചെമ്പകമോ അവളുടെ മാമനോ കൊല്ലത്തില്ല. കുഞ്ഞ് മരിച്ചെങ്കിൽ കുഞ്ഞിനെ കുളക്കരയിൽ കൊണ്ടിട്ട് ആ കൈ തന്നെയായിരിക്കും അതിന്റെ പിന്നില്. അല്ലെങ്കിൽ കുഞ്ഞ് മരിച്ചിട്ടില്ല. പക്ഷേ ആ കുഞ്ഞു മൻകുല കണ്ടുപിടിക്കണം. സെലിന കുഞ്ഞിന് കാടിനകത്ത് കയറി നിയമപ്രകാരമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പക്ഷേ നിനക്ക് നിയമം വിട്ട് എന്തും ചെയ്യാം. അപ്പോ നീ വേണം സത്യം കണ്ടെത്താൻ. ഞാൻ അതിന് എന്നെ വേണമെന്നാ? നീ ചെന്ന് ചാവ്, അല്ലെങ്കിൽ എന്നെ കൊല്ല്. എന്റെ ജീവിതം നരകമാക്കാൻ വേണ്ടിയാണോ കുട്ടിക്കാലം മുതൽ നീ എന്റെ പുറകെ കൂടിയത്? ഞാൻ എന്നാ വേണോന്ന് എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ കുഞ്ഞിനെ എടുത്തോണ്ട് രാഖി രാമാൻ അക്കരെ കാട്ടിലേക്ക് പോയപ്പോ ഈ ചോദ്യം ചോദിച്ചില്ലല്ലോ നീ എന്നോട്. ചോദിച്ചോ? ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നോ? എന്നിട്ടിപ്പോ കൈമലർത്തി ചോദിക്കുന്നു ഞാൻ എന്നാ വേണോന്ന്. നീ ഒരു ചുക്കം ചെയ്യണ്ട. പൊയ്ക്കോ എന്റെ മുമ്പിൽ നിന്ന്. എങ്ങോട്ടല്ലോ ഇറങ്ങി പൊയ്ക്കോ. മതിയായി. ആരും വേണ്ട എനിക്ക് കൂട്ടിന്. ജനിച്ചപ്പോഴേ അപ്പനും അമ്മയും ഇല്ലാണ്ടായി. ഇനി നീയായിട്ടൊരു കൂട്ട് വെച്ച് നീട്ടണ്ട. പൊയ്ക്കോ എങ്ങോട്ടേലും. ഇല്ല, അവിടെ കണ്ടതും കേട്ടതും അതുപോലെ അങ്ങ് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ആ കുഴിമാടത്തിന് പിറകിൽ എന്തോ കള്ളക്കളിയുണ്ട്. ശരിയായിരിക്കാം സാർ. കുഞ്ഞ് മരിച്ചെന്നും ദഹിപ്പിച്ചെന്നൊക്കെ പറയുന്നത് ഞാനും അത്ര അങ്ങ് വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ആദിവാസികളെ അധികം പീഡിപ്പിച്ച സാറിന് അറിയാമല്ലോ അതിന്റെ കോൺസിക്വൻസസ്. അറിയാം. എന്നുവെച്ച് എന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന കേസിലെ പ്രതി ആദിവാസിയാണെന്ന് അറിയുമ്പോ അന്വേഷണം അതോടെ നിർത്തിവെക്കാൻ പറ്റൂ? മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് ദിവസവും പത്രപ്രസ്താവന നടത്തും. അടുത്ത പൊതുയോഗത്തിൽ ആദിവാസികളെ തൊട്ട് കളിക്കരുതെന്നും പറയും. ഇതൊക്കെ നോക്കി നമ്മൾ കേസന്വേഷിക്കാൻ നിന്ന തുടങ്ങിയെടുത്ത് തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. ആ കിട്ടുണി വൈദ്യരുടെ കേസിൽ ഇപ്പൊ തന്നെ ചിലരൊക്കെ എന്റെ നേരെ വാളോങ്ങി നിൽക്കുക. ബോബ മുംബൈയിൽ നിന്ന് തിരിച്ചു വന്നാ പ്രശ്നങ്ങൾ വല്ലാതെ ഗുരുതരാവും. അല്ല, ആ കുഞ്ഞിന്റെ കാര്യം എങ്ങനെ ഡീൽ ചെയ്യാനാ സാർ ഉദ്ദേശിക്കുന്നത്? മുള്ളെടുക്കണം പ്രസാദേ, പക്ഷേ നോവിക്കാൻ പാടില്ല. അതിനെന്താ മാർഗം? മരവിപ്പിക്കുക. മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ലോക്കൽ അനസ്തേഷ്യ. അല്ല, മനസ്സിലായില്ല സാർ, ഒന്നുകൂടെ വിശദമാക്കി തന്നാൽ. കൂടുതൽ വിശദീകരിക്കാനുള്ള പ്ലാനിങ് എന്റെ മനസ്സിലും ആയിട്ടില്ല. പക്ഷേ അക്കരെക്കാടുന്ന ആ റിമോട്ട് സെറ്റിൽമെന്റിൽ ഒരു കോളിളക്കമുണ്ടാവും. ആദിവാസി പീഡനം എന്ന പേരിൽ കുഴപ്പമുണ്ടാക്കാൻ കാത്തിരിക്കുക ചിലർ. ആരും അറിയാതെ ആ കുഞ്ഞു മരിച്ചതിനെ പറ്റിയുള്ള തെളിവുകൾ എങ്ങനെ കണ്ടെത്താമെന്ന ആലോചനയിലാണ് ഞാൻ. ഹലോ സെലീന, അതെ, ഞാൻ ശ്യാംപ്രകാശ് ഫ്രം ബാംഗ്ലൂർ. പറയൂ ശ്യാം. എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ. ഹൗ ഇസ് എവറിത്തിങ്? ഓക്കെ. സോന എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കൂ. സോന, അവള് എന്താ ശ്യാം വല്ലാതിരിക്കുന്നേ? എനിത്തിങ് റോങ്? അത് ഒരു ആക്സിഡന്റ് പറ്റി. മൈ ഗോഡ്. എന്നിട്ട് എന്റെ സോനയ്ക്ക് എന്താ പറ്റിയത്? സോന മാത്രമേ കാറിലുണ്ടായിരുന്നുള്ളൂ. ഒരു ടാങ്കർ ലോറി വന്നിടിച്ചതാ. പറയൂ, സോനയ്ക്ക് എന്താ? അത് സെലീന, സോന വളരെ സീരിയസ് ആണ്. ബന്ധുക്കളെ വിവരം അറിയിച്ചോളാൻ സർജൻ പറഞ്ഞു.